ഹായ് ഓൾ, കേരള ലോ ആൻഡ് പ്രിൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ്. ഇതിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പാർട്ട് 1 ആർട്ടിക്കിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തിരുന്നു. അതിൻ്റെ ബാലൻസ് പോർഷനാണ്. ഇതിൽ നമ്മൾ റിട്സിനെ പറ്റിയാണ് പറയുന്നത്. റിട്ട് എന്താണ്? റിട്സ് എന്ന് പറയുന്നത് റിട്ടൺ ഓർഡർ ആണ് ഫ്രം സുപ്രീം കോർട്ട് or ഹൈ കോർട്ട് ദാറ്റ് കമാൻഡ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഫോർ ഇന്ത്യൻ സിറ്റിസൺ എഗനസ്റ്റ് ദി വയലേഷൻ ഓഫ് ദെയർ ഫണ്ടമെൻ്റൽ റൈറ്റ്. അപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയാണ് റിട്സ് എന്ന് പറയുന്നത്. അപ്പം ഒരാളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ട അയാൾക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയെയോ സമീപിച്ചിട്ട് ആ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് എൻഫോഴ്സ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പം ഇതാണ് റിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റിട്സ് എന്ന് പറയുന്ന ഓർഡർ ഫ്രം സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ടാണ്. Article 32 in Indian Constitution deals with constitutional remedies that an Indian citizen can seek from Supreme Court or High Court against the violation of his or her fundamental right. അപ്പം ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഡീൽ ചെയ്തിട്ടുള്ളത് ആർട്ടിക്കിൾ 32 ആണ്. അതുപോലെ തന്നെ സെയിം ആർട്ടിക്കിളിലുണ്ട് ഗീവ് സുപ്രീം കോർട്ട് പവർ ടു ഇഷ്യൂ റിട്സ് ഫോർ ദി എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ്. അപ്പം ആർട്ടിക്കിൾ 32 ആണ് സുപ്രീം കോടതിക്കുള്ള അധികാരത്തെ പറ്റിയും, എന്നാൽ ആർട്ടിക്കിൾ 226 ഹൈക്കോർട്ടിന് റിട്സ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരത്തെപ്പറ്റി പറയുന്നത്. So Article 32 deals with the power of Supreme Court to issue writs and Article 226 deal with High Court's power to issue writs. ടോട്ടൽ 5 റിട്ടുകളാണുള്ളത്. ഹേബിയസ് കോർപ്പസ് നമ്മൾ വളരെ പരിചിതമായിട്ടുള്ളതാണ്. പിന്നെ മൻഡാമസ്, സെർട്ടിയോററി, കോ വാറൻറ്റോ ആൻഡ് പ്രൊഹിബിഷൻ. അപ്പോൾ ഇങ്ങനെ 5 റിട്ടുകളാണ് ഉള്ളത്. അപ്പോൾ അത് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ടു ഹാവ് ദി ബോഡി ഓഫ് എന്നാണ് ഹേബിയസ് കോർപ്പസിൻ്റെ മീനിങ്. ദിസ് റിട്ട് ഈസ് യൂസ്ഡ് ടു എൻഫോഴ്സ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ലിബർട്ടി അഗൈൻസ്റ്റ് അൺലോഫുൾ ഡിറ്റൻഷൻ. അപ്പോൾ അൺലോഫുൾ ആയിട്ടുള്ള ഒരു ഡിറ്റൻഷനിൽ നിന്നും ഒരു ഇൻഡിവിജ്വലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റിനെ എൻഫോഴ്സ് ചെയ്യുന്ന റിട്ടാണിത്. സോ ഈ ഒരു ഹേബിയസ് കോർപ്പസിൽ ഇപ്പോൾ ഒരു വ്യക്തിയെ അൺലോഫുള്ളി തടഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ അയാളെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കാനായിട്ട് പറയുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ഓർഡേഴ്സ് വൺ പേഴ്സൺ ഹു ഹാസ് അറസ്റ്റഡ് അനദർ പേഴ്സൺ ടു ബ്രിങ് ദി ബോഡി ഓഫ് ദി ലാറ്റർ ബിഫോർ ദി കോർട്ട്. അപ്പോൾ കോടതിയുടെ മുന്നിൽ അൺലോഫുള്ളി അറസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയെ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട്. The Supreme Court or High Court can issue this writ against both private and public authorities. അപ്പോൾ പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെതിരെയോ അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റിക്കെതിരെയോ ഈ ഒരു റിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹേബിയസ് കോർപ്പസ് കനോട്ട് ബി ഇഷ്യൂഡ് ഇൻ ദി ഫോളോയിങ് കേസസ്. അപ്പോൾ ഇനി പറയുന്ന കേസുകളിൽ ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്ന്, ഡിറ്റൻഷൻ ലോഫുൾ ഡിറ്റൻഷൻ ആണെങ്കിൽ ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. വെൻ ദി പ്രൊസീഡിങ്സ് ഈസ് ഫോർ കണ്ടംപ്റ്റ് ഓഫ് ലെജിസ്ലേച്ചർ ഓർ എ കോർട്ട്. അപ്പോൾ കണ്ടംപ്റ്റ് ഓഫ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ കോർട്ട് ആണെങ്കിൽ ഈ പ്രൊസീഡിങ്സ് പറ്റില്ല. അതുപോലെ തന്നെ ഡിറ്റൻഷൻ ഈസ് ബൈ കോമ്പീറ്റൻറ്റ് കോർട്ട്. ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള കോർട്ടാണ് ഡിറ്റൻഷൻ നടത്തുന്നതെങ്കിൽ ഹേബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഡിറ്റൻഷൻ ഈസ് ഔട്ട്സൈഡ് ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ കോർട്ട്. ഈ പറഞ്ഞ കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണ് ഡിറ്റൻഷനെങ്കിലും ഇത് സാധ്യമാവില്ല. സോ അടുത്തത് മൻഡാമസ് ആണ്. മൻഡാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കമാൻഡ് എന്നാണ് അതിൻ്റെ മീനിങ്. ആൻഡ് ദിസ് റിട്ട് ഈസ് യൂസ്ഡ് ബൈ ദ കോർട്ട് ടു ഓർഡർ ദി പബ്ലിക് ഒഫീഷ്യൽ ഹു ഹാസ് ഫെയിൽഡ് ടു പെർഫോം ഹിസ് ഡ്യൂട്ടി ഓർ റെഫ്യൂസ്ഡ് ടു ഡു ഹിസ് ഡ്യൂട്ടി ടു റെസ്യൂം ഹിസ് വർക്ക്. അപ്പോൾ ഈ ഒരു റിട്ട് ഇഷ്യൂ ചെയ്യുന്നത് കോടതി ആർക്കെതിരെയാണ്? പബ്ലിക് ഒഫീഷ്യൽസിനെതിരെയാണ്. അവർ അവരുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അത് റെഫ്യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ വർക്ക് ചെയ്യാനായിട്ട് അവരെ റെസ്യൂം ചെയ്യാനായിട്ട് ഓർഡർ ചെയ്യുന്ന ഒരു റിട്ടാണിത്. ബിസൈഡ്സ് പബ്ലിക് ഒഫീഷ്യൽസ്, mandamus can be issued against any public body, a corporation or an inferior court or a tribunal or government for the same purpose. അപ്പം പബ്ലിക് ഒഫീഷ്യൽസിനെതിരെ മാത്രമല്ല, പബ്ലിക് ബോഡിയോ കോർപ്പറേഷൻ, ഒരു ഇൻഫീരിയർ കോടതിക്കോ അല്ലെങ്കിൽ ഒരു ട്രൈബ്യൂണൽ ഗവൺമെൻറ്റിനെതിരെയെല്ലാം ഈ ഒരു മൻഡാമസ് സെയിം പർപ്പസിന് വേണ്ടി ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ മൻഡാമസ് ഒരിക്കലും ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെതിരെ ഹേബിയസ് കോർപ്പസ് പോലെ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല.
അതുപോലെ തന്നെ മൻഡാമസ് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഒന്ന് ടു എൻഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റൽ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഡസ് നോട്ട് പൊസസ് സ്റ്റാറ്റ്യൂട്ടറി ഫോഴ്സ് ദെൻ ടു ഓർഡർ someone to work when the kind of work is discretionary and not mandatory, then to enforce a contractual obligation. Mandamus can't be issued against the Indian president or state governors or against chief justice of high court acting in judicial capacity. അടുത്ത റിട്ട് പ്രൊഹിബിഷൻ ആണ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഫോർബിഡ് എന്നാണ് മീനിങ്. ടു ഫോർബിഡ് എ കോഡ് ദാറ്റ് ഈസ് ഹയർ in position issues a prohibition writ against a court that is lower in position to prevent the latter from exceeding its jurisdiction or usurping a jurisdiction that it does not possess. It directs inactivity. അപ്പം ഒരു ഹയർ പൊസിഷനിലുള്ള കോടതി ഇഷ്യൂ ചെയ്യുന്ന ഒരു റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അത് ലോവർ പൊസിഷനിലുള്ള കോടതിക്കെതിരെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇഫ് ലോവർ പൊസിഷനിലുള്ള കോടതി ലോവർ കോർട്ട് അവരുടെ ജൂറിസ്ഡിക്ഷൻ എക്സീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് ഇല്ലാത്ത ജൂറിസ്ഡിക്ഷനിലുള്ള കാര്യങ്ങൾ അഡ്ജുഡിക്കേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഹയർ കോടതി ലോവർ കോർട്ടിനെതിരെ റിട്ട് പ്രൊഹിബിഷൻ എന്ന റിട്ട് ഇഷ്യൂ ചെയ്യുക. And writ of prohibition can only be issued against judicial and quasi-judicial authorities. It can't be issued against administrative authorities, legislative bodies, private individuals or bodies. അപ്പം ഈ റിട്ട് ഓഫ് പ്രൊഹിബിഷൻ ജുഡീഷ്യൽ ആൻഡ് ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസിനെതിരെ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ ഇഷ്യൂ ചെയ്യുകയുള്ളൂ. അടുത്ത് വരുന്ന റിട്ടാണ് സെർട്ടിയോററി എന്ന് പറയുന്നത്. സെർട്ടിയോററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി സർട്ടിഫൈഡ് അല്ലെങ്കിൽ ടു ബി ഇൻഫോംഡ് എന്നാണ് അതിൻ്റെ മീനിങ്. ആൻഡ് ദിസ് റിട്ട് ഈസ് ഇഷ്യൂഡ് ബൈ കോർട്ട് ഹയർ ഇൻ അതോറിറ്റി ടു എ ലോവർ കോർട്ട് ഓർ ട്രൈബ്യൂണൽ ഓർഡറിംഗ് ദം either to transfer a case pending with them to itself or quash their order in a case. And it is issued on the ground of an excess of jurisdiction or lack of jurisdiction or error of law. It not only prevents but also cures for the mistake in the judiciary, and it cannot be issued against legislative bodies and private individuals or bodies. അപ്പം ഈ ഒരു റിട്ടും ഹയർ കോടതി ലോവർ കോർട്ടിന് അല്ലെങ്കിൽ ട്രൈബ്യൂണലിന് എതിരെയാണ് ഇഷ്യൂ ചെയ്യുക. ഇതൊരിക്കലും ലെജിസ്ലേറ്റീവ് ബോഡീസോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെയോ ഇഷ്യൂ ചെയ്യുകയില്ല. അപ്പം ഈ ഒരു റിട്ട് ജുഡീഷ്യറിയിലുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതിനെ ക്യൂർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു റിട്ടാണ്. ഇതനുസരിച്ചിട്ട് ലോവർ കോടതി അല്ലെങ്കിൽ ട്രൈബ്യൂണൽ എന്ത് ചെയ്യാണ് transfer a case pending with them to itself or quash their order in a case. അടുത്ത ഏറ്റവും ഫൈനലി വരുന്ന റിട്ടാണ് കോ വാറൻറ്റോ എന്ന് പറഞ്ഞാൽ വാട്ട് അതോറിറ്റി എന്നാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്. ഇത് സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ഇഷ്യൂ ദിസ് റിട്ട് ടു പ്രിവെൻറ്റ് ഇല്ലീഗൽ അൺസർപ്പേഷൻ ഓഫ് എ പബ്ലിക് ഓഫീസ് ബൈ എ പേഴ്സൺ. Through this writ, the court inquires into the legality of a claim of a person to a public office. അപ്പം ഈ ഒരു റിട്ട് ഉപയോഗിച്ച് കോടതി എൻക്വയറി ചെയ്യുവാണ് ലീഗാലിറ്റി ഓഫ് എ ക്ലെയിം ഓഫ് എ പേഴ്സൺ ടു എ പബ്ലിക് ഓഫീസ്. So, quo warranto can be issued only when the substantive public office of a permanent character created by statute or by the constitution is involved, and it can't be issued against private or ministerial office. അപ്പോൾ പ്രൈവറ്റ് അല്ലെങ്കിൽ മിനിസ്ട്രിയൽ ഓഫീസിനെതിരെ ഈ ഒരു റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഒരു സബ്സ്റ്റാൻറ്റീവ് പബ്ലിക് ഓഫീസ് എന്ന് പറയുന്നത് പെർമനൻറ്റ് ക്യാരക്ടർ ആയിരിക്കണം. അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയായിരിക്കണം. അപ്പോൾ ഇത്രയാണ് 5 തരത്തിലുള്ള റിട്ടുകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.